മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നടി ആതിര മാധവ്. എന്നാൽ ഇപ്പോൾ ന്യൂ ഇയറായി നടി ആതിരയ്ക്ക് പണി ലഭിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. തീരെ വയ്യാതിരുന്നിട്ടും ആത്മാർത്ഥതയുടെ നിറകുടമായതുകൊണ്ട് തന്നെ ആതിര ഒരു വർക്ക് ഏറ്റെടുത്തത് പ്രമാണിച്ച് അങ്ങോട്ടേക്ക് പോയി. എന്നാൽ തിരിച്ചു വന്നത് ഒരു ന്യൂമോണിയയുമായാണ്. അസുഖമുണ്ടായിട്ട് അത് ചികിത്സിക്കാതെ പോയതുകൊണ്ട് ന്യൂമോണിയായി മാറുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു വാർത്ത തന്നെയാണിത്. ഇപ്പോൾ എല്ലാ പ്രേക്ഷകരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ താരത്തിൻ്റെ ഈ അസുഖം. ഇന്ന് ന്യൂ ഇയർ ആയിട്ട് എല്ലാവരെയും ആശംസിക്കാൻ വീഡിയോയുമായി എത്തുന്ന ആതിരയാണ് എല്ലാവരും കാത്തിരുന്നത്. പക്ഷേ എല്ലാവർക്കും കാണാൻ സാധിച്ചത് ന്യൂമോണിയായി ആശുപത്രിയിൽ അഡ്മിറ്റായ ആതിരയാണ്. ആ പ്രോഗ്രാമിന് പോകുന്നതിന് മുൻപ് തന്നെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും വയ്യാത്തത് കൊണ്ട് ഞാൻ കമ്മിറ്റ് ചെയ്ത് പോയത് കൊണ്ടും അവർക്ക് ഇവൻ്റ് മാറ്റിവെക്കാൻ പറ്റാത്തത് കൊണ്ടുമൊക്കെയാണ് ഞാനിന്ന് ജോലിക്ക് പോകുന്നത്. എനിക്ക് ഒട്ടും വയ്യ ഗൈസ്, എനിക്ക് നല്ല പനിയുണ്ട് എന്ന് പറഞ്ഞാണ് വീഡിയോയുടെ തുടക്കം. കുറച്ചു നേരം കഴിഞ്ഞ് എന്ന് പറഞ്ഞ് വീഡിയോയുടെ എഡിറ്റ് മാറുമ്പോൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാതെ നിൽക്കുന്ന ആതിരയാണ് കാണാൻ സാധിക്കുന്നത്. എൻ്റെ ന്യൂ ഇയർ കുളമാകും, എനിക്ക് എൻ്റെ വീട്ടിൽ ന്യൂ ഇയർ ആഘോഷിക്കണം ഡോക്ടർ എന്ന് പറഞ്ഞ് കാല് പിടിച്ചത് കൊണ്ട് മാത്രം അദ്ദേഹം എന്നെ റെസ്റ്റ് ചെയ്യാൻ വിട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആതിര തുറന്നു പറയുന്ന വീഡിയോ ആണ് അടുത്തതായി പങ്കുവച്ചിരിക്കുന്നത്. പ്രേക്ഷകരെല്ലാവരും ആ വീഡിയോ കണ്ട് അമ്പരന്നിരിക്കുകയാണ്. എന്താണ് ശരിക്കും ആതിരയ്ക്ക് പറ്റിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് നിരവധി പേർ പറയുന്നു. അസുഖമുണ്ടായിട്ടും അത് ചികിത്സിക്കാതെ എന്തിനാണ് അത് വച്ചുകൊണ്ടിരുന്നത്? അതല്ലേ ഇത്രയും പ്രശ്നത്തിന് കാരണം? ആതിര ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. കുഞ്ഞിൻ്റെ മുഖം കൂടി ആലോചിക്കണ്ടേ? അവന് നല്ലതുപോലെ നോക്കണമെങ്കിൽ ആതിരയും ആരോഗ്യവതി ആയിരിക്കണ്ടേ? ജോലി ചെയ്യണം, സമ്മതിച്ചു. വയ്യെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു എന്ന് നിരവധി പേർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആതിര അന്ന് ചെയ്ത പ്രോഗ്രാമിൻ്റെ ഉടമസ്ഥവരും പറയുന്നുണ്ട്, ആതിരയ്ക്ക് വയ്യ എന്ന് ഞങ്ങൾ പിന്നീടാണ് അറിഞ്ഞത്. ഒരുപക്ഷെ ആതിര അത് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ മറ്റെന്തെങ്കിലും സോഴ്സ് വഴി മറ്റൊരു കാര്യങ്ങളൊക്കെ തന്നെ നേടാൻ നോക്കിയേനെ. ഇങ്ങനെ എല്ലാവരും പറയുമ്പോഴും ആതിരയുടെ ആത്മാർത്ഥത തന്നെയാണ് അവിടെ സംസാരിക്കുന്നത്. ആതിരയ്ക്ക് അത്രമാത്രം ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അഭിനയിക്കാനോ ഷൂട്ടിനോ പോയതല്ല, ഒരു ഇവൻറ്റിൻ്റെ ആങ്കറിങ് ഏറ്റെടുത്തതാണ് ആതിര. ഇടയ്ക്കിടയ്ക്ക് തന്നെയും ഇത്തരത്തിൽ ആങ്കറിങ് ചെയ്യാറുണ്ട്, വേദികളിലൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്. അഭിനയത്തിന് ഇടവേള കിട്ടുമ്പോഴൊക്കെ തന്നെയും ഇത്തരത്തിൽ സ്കൂൾ ആനുവൽ ഡേ അല്ലാത്ത ഫംഗ്ഷനുകളൊക്കെ തന്നെയും ആതിര ചെയ്തിട്ടുണ്ട്. 2020 ആതിരയുടെ വിവാഹം. അന്നു മുതൽ തന്നെ ആതിരയുടെ കൂടുതൽ വിശേഷങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞായ സമയത്തും പ്രേക്ഷകരെല്ലാവരും ആതിരയുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ ആതിര എല്ലാ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട്. അക്കൂട്ടത്തിലാണ് ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാനും അതുപോലെ ന്യൂ ഇയർ ആഘോഷം കാണിക്കാനും വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആരാധകരുടെ മുന്നിലേക്ക് ഒരു ഞെട്ടൽ വീഡിയോയുമായി ആതിര എത്തിയിരിക്കുന്നത്. അതെ, എനിക്ക് ഒട്ടും വയ്യ, ന്യൂമോണിയ ബാധിച്ചിരിക്കുന്നു, അസുഖമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും ഞാൻ പ്രോപ്പർ റെസ്റ്റ് എടുക്കാതെ ജോലിക്ക് പോയത് തന്നെയാണ് കാരണമെന്നാണ് ആതിര പറയുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടും എനിക്ക് ന്യൂ ഇയർ വീട്ടിൽ ആഘോഷിക്കണമെന്നും എൻ്റെ ന്യൂ ഇയർ കുളമാക്കരുതെന്ന് ഡോക്ടറിനോട് അപേക്ഷിച്ചതുകൊണ്ട് മെഡിസിൻ എല്ലാം തന്ന ഡോക്ടർ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇനി കൂടിക്കഴിഞ്ഞാൽ ആശുപത്രിയെ ശരണം. എന്തായാലും 2 ദിവസം റെസ്റ്റ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നാണ് ആരാധകരോട് ഇപ്പോൾ ആതിര പറയുന്നത്. നന്നായി, ആതിര റെസ്റ്റ് എടുക്കൂ, അതാണ് ഈ സമയത്ത് വേണ്ടതെന്ന് പ്രേക്ഷകർ പറയുന്നു. ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു രാജീവ് മേനോനുമായിട്ടുള്ള ആതിരയുടെ വിവാഹം നടന്നത്. അന്നു മുതൽ ആതിരയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടായിരുന്നു. പ്രേക്ഷകർക്കൊക്കെ വളരെയധികം ഇഷ്ടവുമാണ് ആതിരയെക്കുറിച്ച് പറയാൻ. ആരാധകർക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ആതിരയുടെ വാർത്ത വരുമ്പോൾ പ്രേക്ഷകർ കാതോർത്തിരിക്കാറുണ്ട്. ഇന്ന് നല്ലൊരു സന്തോഷ വാർത്തയായിരിക്കുമെന്നും ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ വീഡിയോ ആയിരിക്കും പങ്കുവയ്ക്കാൻ പോകുന്നതെന്നൊക്കെ പ്രേക്ഷകർ പ്രതീക്ഷിച്ചപ്പോൾ അവർക്കൊരു ദുഃഖവാർത്തയായിരുന്നു ഇത്. അസുഖം നോക്കാതെ, ശ്രദ്ധിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, റെസ്റ്റ് എടുക്കാതെ വരുമ്പോൾ ന്യൂമോണിയ വരും. അത് സാധാരണമാണ്. അതാണ് ആതിരയ്ക്കും സംഭവിച്ചിരിക്കുന്നത്. നല്ല റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മാറും, വിഷമിക്കേണ്ട. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭൂരിഭാഗം പേരും എത്തുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.